എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വാഴക്കൃഷിയെക്കുറിച്ചാണ്. അപ്പം നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ തെങ്ങ് പോലെ തന്നെ ഒന്ന് വളർത്തുന്ന ഒന്നാണല്ലേ വാഴ. അപ്പോൾ വാഴക്കൃഷി ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യമേ പറഞ്ഞു പോകാം. അപ്പം വാഴക്കൃഷി തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് കന്ന് തിരഞ്ഞെടുക്കുക എന്നാണ്. കന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയുടെ നമ്മൾ നടുന്ന ഭാഗത്തിനെയാണ് കന്നെന്ന് പറയുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടത് സൂചിക്കന്നെന്ന് പറയും. സൂചിക്കന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വാഴയുടെ അകത്ത് നിന്ന് വരുന്ന കന്നാണ്. അതിൻ്റെ തടത്തിന് നല്ല വണ്ണവും ഉണ്ടാവും. പിന്നെ സൂചി പോലെ ബാക്കിയുള്ള ഭാഗം ഇലകൾ തീരെ നേരിയതായിട്ട് വരും. ഇങ്ങനത്തെ ആയിരിക്കണം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അല്ല പീലിക്കന്നുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. പീലിക്കന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വണ്ണം കുറഞ്ഞിട്ട് വീതിയുള്ള ഇലകളായിട്ട് വരുന്ന ഇതിന് ശരിക്കും ഒരുപാട് അങ്ങനത്തെ വരും. പ്രത്യേകിച്ച് രോഗങ്ങളുള്ള വാഴകൾക്കൊക്കെയാണ് അങ്ങനത്തെ വരുന്നത്. അങ്ങനത്തെ ഒന്നും നമ്മൾ തിരഞ്ഞെടുക്കരുത്. എപ്പോഴും സൂചിക്കന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഴയുടെ ഒരു രോഗവുമില്ലാത്തത്, മാക്സിമം കീടങ്ങളും രോഗങ്ങളും ഒന്നും ഇല്ലാത്ത നല്ല കന്ന് നോക്കി തിരഞ്ഞെടുക്കുക. മാസത്തിനകം വെട്ടിക്കഴിഞ്ഞ് 1 മാസത്തിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അത് എടുക്കുമ്പോൾ തന്നെ ആ കന്നിൻ്റെ വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞ് മോൾഭാഗം മുറിച്ച് പറ്റുമെങ്കിൽ കുറച്ച് ചാണകവും ചാരവും കൂടിയുള്ള ഒരു സൊല്യൂഷനിൽ മുക്കി ഒരു 2-3 ദിവസം വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് നടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതൊക്കെ പണ്ട് മുതലേ അങ്ങനത്തെ ഒരു മെത്തേഡാണ്. അതാണ് നമ്മൾ ജൈവ രീതിയിലും തുടരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ അവൈലബിൾ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് രോഗങ്ങളും കീടങ്ങളും ഇല്ലാതെ കൃഷി ചെയ്യണം. അതാണ് ഏറ്റവും നമ്മുടെ ഉന്നം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി ആണ് നമ്മൾ വാഴ നടുന്നതെങ്കിൽ നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റുന്ന ആ രീതിയിലേക്ക് നമുക്ക് പറ്റും. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഓണച്ചന്തയെ ആശ്രയിച്ചൊക്കെയാണല്ലോ നമ്മൾ ഏത്തവാഴയൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒക്ടോബർ ഒരു ലാസ്റ്റ് വീക്കോടുകൂടി നടുക. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തോടെയുള്ള വാഴയാണെങ്കിൽ ഓണത്തിൻ്റെ നമുക്ക് പാകമാകത്തക്ക രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പം ഇതിന് പല തരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിപ്പം നേരത്തെ ഒന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഏറ്റവും കൊക്കാൻ രോഗം എന്ന് പറയും. പക്ഷെ അതിൻ്റെ പേര് ശരിക്കും സിഗാട്ടോക്ക എന്നാണ് പറയുന്നത്. സിഗാട്ടോക്കയാണ് ഇപ്പോൾ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ നമുക്ക് അടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴയുടെ ഒരില പോയാൽ ഒരു പടല പോയി എന്ന് പറയാം. അതുപോലെയാണ് നമുക്ക് നല്ല ഏറ്റവും നമുക്ക് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആഹാരം പാകം ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ല ഇലകൾ വേണം. അപ്പോൾ ഈ സിഗാട്ടോക്ക രോഗം വന്നു കഴിഞ്ഞാൽ അടിയിലത്തെ ഇലകളെല്ലാം പെട്ടെന്ന് തന്നെ ആദ്യമേ നമ്മൾ കാണുമ്പോൾ ഒരു കണ്ണ് പോലെ സ്പോട്ടാണ് വരുന്നത്. യെല്ലോ കളർ, അത് യെല്ലോ കളർ ചെറിയ സ്പോട്ട്, അതിൻ്റെ നടുക്ക് ഒരു കരിഞ്ഞ പോലെ വന്ന് പിന്നെ അതങ്ങോട്ട് ഈ നമ്മുടെ ഇലയുടെ ഞരമ്പിൻ്റെ പാരലായിട്ട് വന്നിട്ട് 2 സൈഡും നല്ല രീതിയിൽ യെല്ലോ കളറായിട്ട് അരിക് കരിഞ്ഞ് നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണും. അതുകൊണ്ടാണ് ഞാനതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്. അതാണ് നമുക്ക് സിഗാട്ടോക്ക അതോ കൊക്കാൻ രോഗം ഇല്ല. അത് രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നതാണ് പനാമ വാട്ടം എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസേറിയം വാട്ടം എന്ന് പറയും. അതൊരു മണ്ണിൽ കൂടി വരുന്ന ഫ്യൂസേറിയം എന്ന് പറയുന്ന ഒരു തരം ഫംഗസ് ആണ്. മറ്റത് ഞാൻ പറഞ്ഞു വൈറസ് ആണ്, ഇത് ഫംഗസ് ആണ്. അപ്പം ഈ ഫംഗസ് നമ്മളുടെ വേരിൽ കൂടി ആ പ്ലാന്റിൻ്റെ അകത്ത് കയറുകയും അതിനെയും നമുക്ക് കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ യെല്ലോ കളറാണ്. അടിയിലത്തെ ഇലകൾ യെല്ലോ കളറായിട്ട് ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ കിടക്കും. എന്നാലും നമ്മുടെ മുകളിലത്തെ ആ കൂമ്പലയും അതിന് അടുത്തുള്ള 2 ഇലകളും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ബാക്കി ഇലകളെല്ലാം ഇങ്ങനെ തൂങ്ങി നശിച്ചിരിക്കുകയും അത് അങ്ങനെ വരികയും ഇത് ഫ്യൂസേറിയാണ്. ശരിക്കുള്ള രീതിയിൽ ചിലപ്പം കൊലകൾ ഉണ്ടാകാം. പക്ഷെ കൊലകൾ മൂക്കാതെയും അതോടൊപ്പം തന്നെ വലിപ്പമില്ലാതെയും കുഞ്ഞായിട്ട് തന്നെ നിന്ന് അത് അങ്ങ് നശിച്ചു പോകുന്ന രീതിയാണ് വരുന്നത്. അടുത്ത രോഗം മാണം അഴുകൽ. അതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ തന്നെ കുറച്ച് നാൾ കഴിയുമ്പം അതിൻ്റെ അകത്ത് അത് മാണം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു യെല്ലോ കളറും അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ടും ഒക്കെ കാണാം. അതായത് അതിൻ്റെ അകത്ത് ഒരുതരം അഴുകൽ, അതൊക്കെ ഒരുതരം ഫംഗസ് ആണ് വന്ന് ആ ഇത് തന്നെ ഒടിഞ്ഞ് അങ്ങോട്ട് പോകും. കുറച്ച് നാളൊക്കെ ഇങ്ങനെ നിന്നിട്ട് അതങ്ങ് ഒടിഞ്ഞു പോകുക. അതാണ് അടുത്ത രോഗം. അടുത്തത് കുറുനാമ്പ് രോഗം. കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറുനാമ്പ് രോഗം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വാഴയുടെ സംബന്ധിച്ച് ഇങ്ങനെ വരുന്നതിനകത്ത് കുറേ എണ്ണം ഒന്നിച്ച് ഒരു പൂവ് പോലെ വരും.
മനസ്സിലായോ? ഒരു പൂ പോലത്തെ ആകൃതിയിൽ ഇങ്ങനെ വന്നിട്ട് ശരിക്കും അതിന് കൊലയ്ക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ തന്നെ അത് അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ നിന്നിട്ട് അത് കഴിഞ്ഞാൽ ആദ്യത്തേത് പൂ പോലെ വന്ന് അതിൻ്റെ അകത്തതെല്ലാം നീളം കുറഞ്ഞ ഇലകളായിട്ട്, നമുക്ക് ശരിക്കുള്ള വാഴയിലയ്ക്ക് നല്ല സൈസ് ഉണ്ടല്ലോ, അതൊന്നുമല്ല, നീളം കുറഞ്ഞ ഇലകളായിട്ട് വന്ന് അതങ്ങോട്ട് കൊലയ്ക്കത്തൊന്നുമില്ല, അങ്ങനെ പോകുന്നതാണ് നമ്മൾ ഈ അടുത്ത കുറുനാമ്പ് രോഗം എന്ന് പറയുന്നത്. അടുത്തതാണ് തടതുരപ്പൻ. തടതുരപ്പൻ പിണ്ടി വന്നു കഴിയുമ്പോൾ, ഈ പിണ്ടിയുടെ പോള എന്നാണ് നമ്മൾ ഈ വാഴയുടെ പുറകിലത്തെ ഭാഗത്ത്, ആ പോളയിൽ വന്ന് ഈ വലിയ മെച്യൂറായിട്ടുള്ള ഒരു വണ്ടാണിത്. ആ വണ്ട് വന്ന് അവിടെ മുട്ടയിടും. ആ മുട്ടയിടുമ്പോൾ അതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ പുഴുക്കളുണ്ട്. ഈ പുഴുക്കൾ ഇതിൻ്റെ അകത്തേക്ക് പോയി അതിനെ അവിടുത്തെ നമ്മുടെ പിണ്ടീനെയും മുഴുവനും തിന്ന് അതിൻ്റെ സെക്രീഷൻസ് പോലെ, അതിൻ്റെ ഒരു വേസ്റ്റ് പുറത്തോട്ട് ഒരു ജെല്ല് പോലെ പുറത്തൊക്കെ കാണാം, നിങ്ങളൊക്കെ കാണും. പിന്നെ നമ്മൾ അതിനെ അരിഞ്ഞു നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അകത്തൊന്നും കാണൂല, പിണ്ടിയില്ല, പിണ്ടി മുഴുവൻ തിന്നു കളയും. ഇതാണ് പിണ്ടിപ്പുഴു അല്ലെങ്കിൽ തടതുരപ്പൻ പുഴു എന്ന് പറയുന്നത്. അടുത്തത് ഒരെണ്ണമുണ്ട് മാണവണ്ട്. മാണവണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാണം ഉണ്ടല്ലോ, മാണത്തിനകത്ത് ഡ്രില്ല് പോലെ ഇങ്ങനെ തുരന്ന് കയറിയിട്ട് ആ മാണത്തിനകത്ത് നമുക്കറിയാം, അങ്ങനെ തുരന്ന് കയറുമ്പോഴത്തേക്കും വെള്ളവും എടുക്കാൻ പറ്റൂല, വളവും എടുക്കാൻ പറ്റൂല, ആ വാഴ തന്നെ ഉണങ്ങി നശിച്ചു പോകുന്ന ഒരു രീതിയാണ്. അപ്പം ഇത് എന്ത് രോഗമാകട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് വൈറസ് പറഞ്ഞു, ഫംഗസ് പറഞ്ഞു, ബാക്ടീരിയൽ വാട്ടം, അതായത് ബാക്ടീരിയൽ വാട്ടം ഉണ്ട് കേട്ടോ, പെട്ടെന്നൊരു വാട്ടം, പിന്നെ പലതരത്തിലെ പുഴുക്കളുണ്ട്. ഇതിന് ഏത് രോഗമാകട്ടെ, ഏതു കീടമാകട്ടെ, ഇതിന് ആദ്യം മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര രോഗങ്ങളുണ്ടെന്നോ അതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. തുടക്കം മുതലേ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും ഒരു പരിഹാരമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ. പിന്നെ നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ തരുന്ന ടിഷ്യൂ കൾച്ചർ വാഴകളുണ്ട് കേട്ടോ. പക്ഷെ ടിഷ്യൂ കൾച്ചർ വാഴകളുടെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃസസ്യത്തിന്റെ അതേ നിലവാരം കിട്ടും. മാതൃസസ്യത്തിന്റെ ഗുണം കിട്ടുമെന്ന് മാത്രമല്ല, രോഗങ്ങളും കീടങ്ങളും ഇല്ലാത്തതായിരിക്കും. കാരണം ഇതിന്റെ ഒരു ടിഷ്യൂ എടുത്തിട്ടാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മൾ ആ ഒരു ടിഷ്യൂ എടുക്കുന്ന വാഴ, ശരിക്കും ഇതൊക്കെ മേടിക്കുന്ന സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വാങ്ങണം. അപ്പം അതിൽ നിന്നുള്ള ഏറ്റവും നല്ല വാഴ, രോഗപ്രതിരോധ ശേഷിയുള്ളത്, കാരണം രോഗങ്ങളും കീടങ്ങളൊന്നും ഇല്ലാത്തതിൽ നിന്നാണ് ടിഷ്യൂ കൾച്ചർ എടുക്കുന്നതെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴയും മറ്റേ വാഴയും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ വാഴയ്ക്ക് അത് കുറച്ച് നാൾ നമ്മൾ നല്ല രീതിയിൽ വളം കൊടുത്തില്ലേ പോലും അതിൻ്റെ മാണത്തിൽ നിന്ന് ഉള്ള വളം അതെടുത്ത് അതിന് വളരാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ടിഷ്യൂ കൾച്ചർ നമുക്കറിയാം അതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അടിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും, നമ്മുടെ എന്താ പറയുക ഈ ഇഞ്ചിയുടെ ഒക്കെ പോലെ ഒരു ഭാഗമേ ഉള്ളൂ. അതിന് അവിടെ നിന്നൊന്നും എടുക്കാനൊരു ഭാഗമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ ധാരാളം കൊടുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കിലോ PH ബൂസ്റ്ററും ഒരു 1/2 കിലോ ബയോപവറും പിന്നെ മാക്സിമം നമ്മൾ പച്ചില വളങ്ങളും എല്ലാം കൊടുത്തു വേണം തുടങ്ങാനായിട്ട്. ശരിക്കും നല്ല രീതിയിൽ വളം കൊടുത്ത മണ്ണിൽ വേണം ടിഷ്യൂ കൾച്ചറൊക്കെ ആദ്യമേ ഒരു വലിയ തള്ളക്കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു വെള്ളക്കുഴി വെച്ചിട്ട് നമ്മൾ കുഞ്ഞു കുഴി വെച്ചിട്ടാണ് നമുക്കത് മറ്റേ നടുന്ന പോലെ അല്ല നടണം, അത് അറിയാതിരിക്കുമല്ലോ, നിരപ്പായ സ്ഥലത്ത് തന്നെ നിന്നിട്ട് അങ്ങനെ പോവുക. അപ്പം ടിഷ്യൂ കൾച്ചർ വാഴകളും അവൈലബിൾ ആണ്, അത് നല്ലതാണ് എന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ഏറ്റവും നല്ല ഒരു വാഴ വിത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹോമിയോ അഗ്രോ കെയറിൽ മുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഗ്രാം ഹോമിയോ അഗ്രോ കെയർ 1 ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കിയിട്ട് ഈ നമ്മൾ എടുത്ത നമ്മുടെ വാഴ കന്നെന്നാണ് ആ വാഴ വിത്തിന് പറയുന്നത്. അപ്പോൾ വാഴക്കന്ന് ഒരു 3 തൊട്ട് 4 മണിക്കൂർ മുക്കി വെക്കുക. അപ്പം തന്നെ പകുതി പ്രശ്നം കഴിഞ്ഞു, മനസ്സിലായോ? അങ്ങനെ മുക്കി വെച്ച ശേഷം വേണം ആദ്യമേ തന്നെ നമ്മൾ നടാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ആ കുഴിയിൽ കൊണ്ടുപോയി നടുന്നു. അപ്പോൾ തന്നെ അതിന് ഒരുവിധമുള്ള രോഗപ്രതിരോധ ശേഷികൾ ഉണ്ടായി വരുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 1 മാസം കഴിഞ്ഞ് മതി കേട്ടോ. അപ്പോൾ 1 മാസം കഴിഞ്ഞ് നമ്മൾ ചെയ്യാനുള്ളത് ആദ്യമേ നമ്മുടെ ആ തളിരോല, അതിൻ്റെ ഒരു ചോർപ്പ് പോലെ ഇങ്ങനെ വരുമല്ലോ, അതിലേക്ക്
അത് കൊടുക്കേണ്ടതാണ്. 1 മാസത്തിന് ശേഷം 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ആ സൊല്യൂഷൻ അതിലേക്ക് ഒരു 30 ml ഒഴിച്ചു കൊടുത്താൽ മതി. 1 മാസമാകുമ്പോൾ വാഴയ്ക്ക് നമുക്കറിയാം പെട്ടെന്നാണ് ഗ്രോത്ത്. അപ്പോൾ തന്നെ ആ ചെടിക്ക് എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേര് വരും. ഏറ്റവും ബെസ്റ്റ് അതാ. ഈ വേരുകൾ, നല്ല വേരുകൾ, നീളത്തിലുള്ള വേരുകൾ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ചെടി അവിടെ നിന്ന് ഇവിടുന്നുള്ള വളങ്ങൾ വലിച്ചെടുക്കുന്നു. ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, ആ വേരുകൾ അങ്ങനെ നിൽക്കുന്ന കൊണ്ട് ഒരിക്കലും മറിഞ്ഞു പോകില്ല, വേര് വരുന്നു. പിന്നെ ഏറ്റവും നല്ല ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് കൊടുക്കുമ്പോൾ വെള്ളം നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 70 തൊട്ട് 80% വരെ വെള്ളത്തെ നമുക്ക് ഇല്ലാതാക്കാം. കാരണം അതിനെ റെസിസ്റ്റ്, വെള്ളം ഇല്ലെങ്കിൽ പോലും അത് ഓവർകം ചെയ്യും ഈ നമ്മൾ ഈ ഇത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ SPC ഹോമിയോ അഗ്രോകെയർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിലേക്ക് ചെടികളിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ പ്യൂട്രസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഈ പ്യൂട്രസിൻ എന്ന് പറയുന്ന കെമിക്കലിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണക്കിനെ ചെറുക്കുവാനുള്ള കഴിവുള്ള ഒരു കെമിക്കൽ. അതായത് ആ ചെടിയിലേക്ക് തന്നെ ഇത് നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ, ഈ ഹോമിയോ കൊടുക്കുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഉണക്കിനെ ലാഭിക്കാൻ പറ്റുന്നു. പിന്നെ വെള്ളം അതുകൊണ്ട് വളരെ കുറച്ച് മതി. നമുക്ക് സാധാരണ കൊടുക്കുന്നതിലും വളരെ കുറച്ച് മതി. പിന്നെ ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, നീളമുള്ള വേര് വരുന്നതുകൊണ്ട് തന്നെ വളത്തെ പെട്ടെന്ന് വലിച്ചെടുക്കുന്നു. ആ വളം ഒരു 40% വളം നമുക്ക് ലാഭിക്കാനും സാധിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഈ മാണത്തേൽ നമ്മൾ ഇത് കണ്ടെന്ന് ഓർത്തു. മാണപ്പുഴു ഇനിയിപ്പോൾ വന്നു. നമ്മൾ പ്രിക്കോഷനായിട്ട് ഇതൊക്കെ ചെയ്തു കൊണ്ടുവരുന്നതിന് ഈ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഓൾറെഡി മാണപ്പുഴുവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ മാണപ്പുഴു ശരിക്കും ഒരു ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തുളച്ചു പോകുന്ന. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 5 or 6 ഹോമിയോ അഗ്രോകെയറിൻ്റെ ടാബ്ലറ്റ് അങ്ങ് കുത്തി കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മണ്ണിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇത് തന്നെ തടപ്പുഴുവിനും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ചെയ്താൽ പോലും നമ്മൾ മറ്റേ മോളിൽ കൊടുക്കണത് ചെയ്തിരിക്കണം കേട്ടോ. ഇനിയിപ്പം ഞാൻ ആദ്യത്തെ 1 മാസത്തിൽ കൊടുക്കണ കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം നമ്മളപ്പോൾ ഒരു വാഴ കുറച്ചൊക്കെ വലുതായി ഇല്ലേ, അപ്പോൾ നമുക്ക് ഈ കവിളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കവിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴയുടെ ഇല സ്റ്റാർട്ട്. പക്ഷെ മറ്റുള്ള ചെടികൾക്കൊക്കെ നമുക്കറിയാം ഇലയുടെ അടിയിൽ മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ വാഴയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്താലും അത് അപ്പം തന്നെ തട്ടി താഴോട്ട് വീഴും. ഇങ്ങനെയല്ലേ ഇരിക്കണത്. അതുകൊണ്ട് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റിയത് കവിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ വന്ന്, അതായത് പിണ്ടിയുടെയും ഇലയുടെയും നടുക്കുള്ള ആ ഭാഗത്തിനാണ് ഈ കവിള്. അവിടെ ഓരോ കവിളിലേക്കും കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് ഒരു ഇടത്തരം വാഴകൾക്കാണെങ്കിൽ ഒരു 60 ml ഒഴിച്ചാൽ മതി. അതായത് നമ്മുടെ റേഷ്യോ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഒരു എടുത്ത സൊല്യൂഷൻ 60 ml ആ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വലിയ ഒക്കെയാണെന്ന് ഓർത്തോ, വലിയ വാഴകളൊക്കെ ആണെങ്കിൽ അതിനകത്തൊരു 100 ml ഒഴിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കേണ്ട കാര്യം പോലുമില്ല. അത്രയ്ക്ക് സേഫാണ് വാഴയിൽ. ഞാൻ പറഞ്ഞില്ല, ഇത്രമാത്രം പ്രശ്നങ്ങൾ ഒന്നും, ഇതെല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ വരുന്നത്. ഇനിയിപ്പം പിണ്ടിപ്പുഴു വന്നു. പിണ്ടിപ്പുഴു നമ്മളിത് ഉപയോഗിക്കാത്തടത്തൊക്കെ വരുമല്ലോ. അങ്ങനെ വന്ന കേസിലാണ് ഈ പിണ്ടി വരുന്നതിൻ്റെ മുകളിൻ്റെ താഴെ അവിടെയും ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഈർക്കിലിയോ വല്ലതും ചെന്ന് കുത്തിയിട്ട് അതിനകത്തേക്ക് 8 ഗുളികകൾ, 4 ഗുളിക ഒരു സൈഡിലും 4 ഗുളിക 8 ഗുളികകൾ അങ്ങ് കയറ്റി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടും ഒരു ഇച്ചിരി ചെളിയോ വല്ലതും കൊണ്ടൊന്ന് മൂടുക. അപ്പം തന്നെ അതിനകത്ത് നല്ലോണം വെള്ളമുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് അതിപ്പോൾ തന്നെ അത് ഇറങ്ങി അതിനെ നശിപ്പിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന വഴി ഒരു ഗുണമല്ല, നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രയോജനവും ലഭിക്കുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ ഇപ്പം ഹോമിയോ അഗ്രോകെയർ ഉപയോഗിച്ച് കിട്ടുന്ന ആ വാഴയ്ക്കയുടെ അതിനും പ്രത്യേകതയുണ്ട്. സാധാരണ വാഴയ്ക്കയുടെയൊക്കെ തൊലിക്ക് ഭയങ്കര കട്ടിയായിരിക്കുമല്ലോ, പക്ഷെ ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയായിരിക്കും. ഷെൽഫ് ലൈഫ്, അതായത് നമ്മൾ സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഒരു സാധനം വെച്ചാൽ കേടാകാതെ എത്ര നാൾ ഇരിക്കുന്നു അതിനാണ് ഷെൽഫ് ലൈഫ് എന്ന് പറയും.
അപ്പോൾ അതും ഇതിന് കൂടുതലായിരിക്കും. 1-1.5 ആഴ്ച വരെ അത് കേടുകൂടാതിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നല്ല മധുരവും നല്ല രുചിയും. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ആണെങ്കിലും പലപ്പോഴും ഈ ഏത്തപ്പഴത്തിനകത്ത് കല്ലിപ്പ് കാണാം ഇല്ലേ, കല്ലിപ്പ്. അത് ഒരിക്കലും ഉണ്ടാവില്ല. മാത്രമല്ല ഈ നമ്മൾ ഹെവി മെറ്റൽസ് എന്ന് പറയും, അതായത് ലെഡ് പോലെ പലതരത്തിലുള്ള ഹെവി മെറ്റൽസ് ഈ വലിച്ചെടുക്കും ഈ വാഴയൊക്കെ. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ആ ഹെവി മെറ്റൽസ് അതൊക്കെ വളരെ ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു. ഞാനിത് ഡോക്ടർ പറയുന്നതുകൊണ്ട് മാത്രം പറയുന്നില്ല, ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് റിപ്പോർട്ടും കൂടി അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഒരു തരത്തിലുള്ള ഹെവി മെറ്റൽസിനും ഇല്ലാത്തതായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഗുണത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഇത് കേടോ ഒന്നുമില്ലാത്ത, കാണാനും നല്ല വലിപ്പം, നല്ല ഉരുളിമ, നല്ല ഒരേപോലത്തെ മഞ്ഞ നിറം, നല്ല ഷേപ്പ് എല്ലാം ഉള്ള വാഴയ്ക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് വാഴയുടെ കേസിൽ മാത്രം നമുക്ക് കൂമ്പി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞല്ലോ, ആദ്യത്തെ നമ്മൾ വെച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു കുറച്ച് ആ മണ്ണിൽ ഒരു 1-1.5 അടി അകറ്റി ഒരിച്ചിരി മണ്ണിലും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേരുകൾ നല്ല രീതിയിൽ ആഴ്ന്നിറങ്ങുകയും അതുകൊണ്ട് കൂടുതൽ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ SPCയുടെ. പിന്നെ ഇത് കൊടുക്കുമ്പോൾ എല്ലാ മാസവും ഇതിന് ശരിക്കും പറഞ്ഞാൽ 22-25 ദിവസത്തിന് ഇടയ്ക്ക് ഒരിച്ചിരി വീക്കായ വാഴകൾക്ക് കൊടുക്കാമെങ്കിലും ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള വാഴകൾക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം ഇത് കൊടുത്താൽ മതി. ഇതിന് ഈ അണ്ണാനോ ഒരു പരിധി ആവുമ്പോൾ തന്നെ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് പലതരം കിളികൾ, എലി അതുമെല്ലാം വന്ന് നശിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് സാധാരണ എല്ലാ വാഴകളും. പലപ്പോഴും ഞാൻ പലരുടെ അടുത്തും കണ്ടിട്ടുണ്ട് വലിയ ഇതൊക്കെ വെച്ച് മൂടിയൊക്കെ. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിനെ ഒരു തരത്തിലുള്ള ക്ഷുദ്രജീവികളോ അതോടൊപ്പം തന്നെ കിളികളോ ഒന്നും വന്ന് ഇതിനെ കൊത്തി ഒരിച്ചിരി മൂപ്പാകുമ്പോഴേ അണ്ണാൻ അങ്ങനത്തെ ഒന്നും വന്ന് നശിപ്പിക്കത്തുമില്ല. ഇതൊക്കെയാണ് നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരകളാണ് ശരിക്കും പറഞ്ഞാൽ വാഴയുടെ വേരുകളെ മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ഇതിനെ മുഴുവനും കൺട്രോൾ ചെയ്യാനായിട്ടും SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊണ്ട് സാധിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ SPC ഹോമിയോ ഇത്രയൊക്കെ ഗുണമുണ്ടെങ്കിൽ പോലും നമ്മളുടെ വേറെ ഒരു തടപ്പുഴു എന്ന് പറയും. തടപ്പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ വാഴ പിണ്ടി വരുമ്പോഴത്തേക്കും ആ പിണ്ടീനെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ പുറത്ത് അതിൻ്റെ പോളയിൽ വന്നിട്ട് വണ്ടുകൾ മുട്ടയിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് കയറി ആ പിണ്ടി മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പിണ്ടിപ്പുഴുക്കൾ. അതിന് നമുക്ക് SPCയിൽ ഒരു നല്ല കൺട്രോളും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ കുലച്ച് വെട്ടിയ വാഴയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു വാഴയുടെ തട, അതായത് ഒരു അടി നീളമുള്ളൊരു തട എടുക്കുക. ആ തട എടുത്തിട്ട് അത് നെടുകെ ഒന്ന് പിളർന്നിട്ട് അവിടെ നമ്മുടെ SPCയുടെ ബയോഗാർഡ് അതൊരു 15 ml എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ആ തടയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ആ തട അങ്ങ് അടയ്ക്കുക. എന്നിട്ടൊന്ന് കെട്ടിവെക്കുക. എന്നിട്ടൊരു 40 ഒരു വാഴയ്ക്ക് ഒരെണ്ണം മതി. ഇതൊരു കെണിയാണ്. അങ്ങനെ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുഴുക്കൾ മുഴുവനും നശിച്ചു പോകും. അത് SPCയുടെ ബയോഗാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. തടപ്പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിണ്ടിപ്പുഴു എന്നൊക്കെ പറയും, മനസ്സിലായോ? അത് വരാതിരിക്കാനല്ല, വരാതിരിക്കാനും കുറെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ SPCയുടെ തന്നെ വേറൊരു മെത്തേഡാണ്. അതായത് ആ തട നമ്മൾ വെട്ടിയ വാഴകളൊക്കെ കാണുമല്ലോ, അതിന്റെ ഒരു തട അതായത് 1 അടി നീളമുള്ള ഒരു തട, നല്ല ഫ്രഷ് ആയിട്ടുള്ള തട ഇങ്ങനെ മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിനെ ഇങ്ങനെ പിളർക്കണം. ഇങ്ങനെ നിർത്തിയിട്ട് വെർട്ടിക്കലായിട്ട് നിർത്തണം. എന്നിട്ട് അതിനെ പിളർക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിനകത്ത് നമ്മുടെ ബയോഗാർഡ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ഉണ്ട്. അത് 15 ml. എന്നിട്ട് അത് ആ തടയുടെ അകത്ത്
നമ്മളിങ്ങനെ പിളർന്ന് വെച്ചിട്ടില്ലേ, അതിന്റെ അകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ അങ്ങ് അടയ്ക്കുക. അടച്ചിട്ടൊന്ന് കെട്ടിയും കൂടി വെക്കുക. എന്നിട്ട് അതൊരു കെണിയാണ്, കെണി. എന്നിട്ട് നമ്മളത് അവിടെ കൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് വെക്കും. ഒരു 40 വാഴയ്ക്ക് ഒരെണ്ണം വെച്ചാൽ മതി. അതങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് വണ്ടായിരിക്കും. വണ്ടെല്ലാം ചത്ത് കിടക്കുന്നുണ്ടാവും. മനസ്സിലായി? ചത്തത് അതായത് ഈ നമ്മുടെ ഈ ബിവേറിയ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബയോ കൺട്രോൾ ഉണ്ട്, അത് അതിനകത്ത് ചെല്ലുന്നതുകൊണ്ടാണ് അത് നശിക്കുന്നത്. മാത്രവുമല്ല, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഹോമിയോ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബിവേറിയയും നമ്മുടെ സക്കിംഗ് പെസ്റ്റായ വെർട്ടിസിലിയം ലെക്കാനിയും അതോടൊപ്പം തന്നെ നമുക്ക് മണ്ണിലെ വേരുപുഴുക്കളെ കൺട്രോൾ ചെയ്യുന്ന മെറ്റാറൈസിയും അടങ്ങിയതാണ് നമ്മുടെ ബയോ ഗാർഡ്. അതും ഇടയ്ക്കൊന്ന് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വാഴയ്ക്ക് ഭയങ്കര നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കീടങ്ങളും അതിനെ ആക്രമിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ഇത് മനസ്സിലായോ? കെണി, ഇതൊരു കെണിയാ. ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. മേഡം, ഈ കരിക്കൻ പറഞ്ഞില്ലേ, ഈ ശരിക്കും പറഞ്ഞ ഈ SPC ഹോമിയോ അഗ്രോ കെയറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന രോഗം എന്നില്ല, ഇന്ന കീടം എന്നില്ല. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, കരിക്കൻ, കൂമ്പടപ്പ്, മാണപ്പുഴു, പിണ്ടിപ്പുഴു, പനാമ വാട്ടം, അതോടൊപ്പം തന്നെ സിഗാട്ടോക്ക, ഇത് ഒരു വാഴയ്ക്ക് വരുന്ന ഏത് രോഗമെന്നോ ഏത് കീടമെന്നോ ഒന്നുമില്ല. അത് നമ്മൾ എത്ര ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എത്ര മാത്രം ഉപയോഗിക്കണം എന്നെല്ലാം ആ ചെടി തന്നെ മനസ്സിലാക്കിക്കോളും. നമ്മൾ ഇത് കൊടുത്താൽ മാത്രം മതി. മനസ്സിലായോ? ചോദിച്ചോളൂ. നമ്മുടെ ഒരു കസ്റ്റമറുടെ ഒരു കൊലച്ച വാഴകളായിരുന്നു. അതിൽ എന്താണ്ടായിരുന്നു വെച്ചാല് അതിന്റെ ഔട്ടർ സൈഡിലുള്ള പോളകളെല്ലാം ജലാംശമില്ലാതെ ഉണങ്ങി വരുന്നത്. അത് പനാമ വാട്ടത്തിൽ പെട്ടതാണോ? അല്ല, ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ ഡ്രില്ല് ചെയ്യുന്ന പോലത്തെ നമ്മുടെ വണ്ടുകളാണോ എന്നും ശ്രദ്ധിക്കണം. വണ്ടുകളാണേലും ലക്ഷണം കണ്ടാൽ ഇതുപോലെ തന്നെ ഇരിക്കും. കാരണം വണ്ടുകൾ പുറംപോളയിൽ വന്ന് മുട്ടയിട്ട് അവിടത്തെ സാധനമെല്ലാം നശിപ്പിച്ച് അതും കരിഞ്ഞുണങ്ങിയിരിക്കും. വണ്ടുകളുടെ ശല്യം നമുക്ക് വേറെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല. അതായത് വണ്ടുകളുടെ ലക്ഷണം ഉള്ളിലില്ല. ഒരെണ്ണമെങ്കിലും പൊട്ടിച്ചു നോക്കിയോ? നോക്കിയിരുന്നു. അപ്പൊ പുറമേക്ക് ആ പോളകളിൽ ജലാംശം തീരെ ഇല്ലാണ്ട് ഇങ്ങനെ ഉണങ്ങി വരാം ഔട്ടർ സൈഡ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ അതായത് നടുക്കിലത്തെ 1-2 ഇല മാത്രം, അല്ലെങ്കിൽ കൊല അങ്ങനെ നിൽക്കും. ബാക്കിയുള്ള ഇലകളെല്ലാം ഉണങ്ങി വരാം. അത് പനാമ വാട്ടം. മുകളിലത്തെ ഒരു കൂമ്പല്, പിന്നെ 2 മാത്രം ഫ്രഷ് ആയിട്ടിരിക്കുന്നു. ബാക്കി മുഴുവൻ ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ പോലെ, ഒരു നനവ് പോലെ ആണോ? അതായത് ചീഞ്ഞ് തുടങ്ങുന്ന ഒരു അവസ്ഥ അത് പനാമ വട്ടം. അത് ലക്ഷണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. വാഴയിൽ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴാവുന്ന ഒരു അത് പനാമ വട്ടമാണ്. പനാമ വാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫ്യൂസേറിയം വാട്ടം എന്നും പറയും. മനസ്സിലായോ? ഫ്യൂസേറിയം എന്നും പറയും അതിനെ. പനാമ വാട്ടം അഥവാ ഫ്യൂസേറിയം. അത് ഫ്യൂസേറിയം എന്ന് പറഞ്ഞാൽ മണ്ണിൽ കൂടി, ഞാൻ പറഞ്ഞില്ലേ, വേരിൽ കൂടി കയറി വരുന്ന ഒരു രോഗമാണ്. ഇത് പറിച്ചു നോക്കിയപ്പോ അതിന്റെ കന്നെന്ന് പറയില്ലേ, കന്നിന്റെ ഭാഗത്തൊക്കെ ചീച്ചില് സംഭവിച്ചിട്ടുണ്ട്. അതങ്ങനെ വരും. അതാ ഞാൻ പറഞ്ഞത്, വേരിൽ കൂടി വരുന്നതാണ് സാറേ. മനസ്സിലായോ? സാറിന് എന്ത് മനസ്സിലാകുക? ഫ്യൂസേറിയം എന്ന് പറയുന്ന ഒരു ഫംഗസ്, അതൊരു കുമിളാണ്. ആ കുമിള് വേരിൽ കൂടി കയറി ആ കാണ്ഡഭാഗത്തിൽ കൂടി കയറി അകത്ത് കയറി അതിനെ നശിപ്പിച്ച്, അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണവും മറ്റേ ലക്ഷണം കണ്ടാൽ പെട്ടെന്ന് ഈ സിഗാട്ടോക്കയുടെയും പനാമ വാട്ടത്തിന്റെ ലക്ഷണം പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഒരുപോലെ ഇരിക്കും. പക്ഷേ പനാമ വാട്ടത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണം ഉണ്ടാവും കേട്ടോ. ഒരു മണമുണ്ടോ? മണം ശ്രദ്ധിച്ചില്ല. അത് നോക്കണം. അത് ഞാൻ ഇപ്പഴാ ഓർത്ത. ചീച്ചിട്ട് ഒരു മണം ഉള്ളതാണെങ്കിൽ മണവും കാണും കേട്ടോ. മണം ഉണ്ട്. നോക്ക്. മറ്റേത് നമുക്ക് മഞ്ഞ കളറിൽ ഇങ്ങനെ പുള്ളിയായിട്ട് വരുന്നത് നമ്മുടെ അത് ക്യൂർ പ്ലസ് കൊടുക്കുമ്പോ വ്യത്യാസം വരാറുണ്ട്. ഈ ഹോമിയോ കൊടുക്കുക, ഹോമിയോ തുടക്കം മുതലേ കൊടുത്ത് ശീലിച്ചേ എല്ലാവരും. അത് ഹോമിയോയിൽ മുക്കി വെച്ചാണ് നമ്മള് ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത വാഴയൊക്കെ നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അയൽപക്കക്കാരൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു പോയിരുന്നതാ. പക്ഷെ ഇപ്പോ റീസെന്റ് ഈ മഴ അടുപ്പിച്ച് കണ്ടമാനം ദിവസം മഴ അടുപ്പിച്ച് പെയ്തല്ലോ, അപ്പൊ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ അതെല്ലാം ഇനി പറിച്ചു കളഞ്ഞ് കുഴികളില് കുഴി ട്രീറ്റ് ചെയ്തിട്ട് അത് കത്തിച്ച് കുഴി ഉണക്കി വെക്കാൻ. വാഴയ്ക്ക് നമുക്ക് മിനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് അറിയാലോ അല്ലെ? അറിയാലോ. അതായത് ഓൾറെഡി നമ്മുടെ മണ്ണില് അല്ലെ ഇതുപോലെയുള്ള ഫ്യൂസേറിയം അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മിനറൽ സൊല്യൂഷൻ മെത്തേഡ് ഉണ്ട്. അതായത് 4 കിലോ ചാരം, 2 കിലോ കുമ്മായം, 1 കിലോ ഉപ്പ്, 20 ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കുക. ഓക്കെ. എന്നിട്ട് അതിൽ നിന്ന് ഒരു 3 ലിറ്റർ ഒക്കെ അതിന്റെ വലിപ്പം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഇതുപോലെ നശിച്ച ആ കുഴിയില്, ആ തടത്തിലൊക്കെ. അപ്പോ അതായത് അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയകളോ വൈറസോ ഉണ്ടെങ്കിൽ, ഫംഗസോ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ട്. കറക്റ്റ്. പണ്ട് ചെയ്തിരുന്ന നമ്മൾ കുഴികളിൽ തീയിട്ടിരുന്ന മെത്തേഡ് ഇതിന് സൊല്യൂഷൻ ആണോ? തീയോട് നമ്മൾ ജൈവ കർഷകര് അനുകൂലിക്കുന്നില്ല. പുകയ്ക്കാം എന്നാണ് പറയുന്നത്. പിന്നെ അതായത് അത് പഴയ ആളുകളാവുമ്പോ നമ്മളിത് തീയിടരുതെന്നൊക്കെ പറഞ്ഞു പോന്നാലും അവര് പിന്നീട് അത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. തീയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സോയിൽ സോളറൈസേഷൻ എന്നറിയാമോ സാറിന്? സോയിൽ സോളറൈസേഷൻ അറിയാമോ? അത് ഉണക്കിയെടുക്കുക, അതായത് ഉള്ള ബാക്ടീരിയനെ നശിപ്പിച്ച് കളയുന്നു. ആ മെത്തേഡ് അറിയാമോ? അതായത് മണ്ണ് കൂട്ടിയിട്ടിട്ട് ഇതാക്കി എടുക്കുന്നതല്ലേ, ചൂടാക്കി എടുക്കുന്നതല്ലേ? കൂട്ടിയിടുകയല്ല സാറേ. സോയിൽ സോളറേഷൻ അല്ലെ സൂര്യതാപീകരണം എന്ന് പറയും. അതൊക്കെ നമുക്ക് ഈ ജൈവ കൃഷിയിൽ പറ്റുന്ന ഒരു പരിപാടി. അതായത് നമ്മൾ ഇപ്പം ഫ്യൂസേറിയം അതുപോലെ തന്നെ നമുക്കുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള മണ്ണിൽ ഇനിയൊരു കൃഷി തുടങ്ങണമെങ്കിൽ ശരിക്കും നമ്മൾ കെമിക്കലോ കുമ്മായോ ഒന്നും ഇടാൻ പാടില്ല. അതിനാണ് ഈ സോയിൽ സോളറൈസേഷൻ ചെയ്യണം. അതായത് ഈ മണ്ണിലെ മുകളിൽ നല്ല വെയിലുള്ളപ്പോൾ കിളച്ചു മറിച്ച നല്ല മണ്ണായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളച്ചു മറിച്ച മണ്ണിൽ ഒരു വെയിൽ കൊള്ളിക്കണമെങ്കിൽ ഒരു പരിധിവരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു വശേ. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റിയത് ഇത് കിളച്ചു മറിച്ച മണ്ണിന്റെ അകത്തേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. മനസ്സിലായ? വെള്ളം തളിച്ചു കൊടുത്ത ഉടൻ തന്നെ ഒരു കറുത്ത മൾച്ചിങ് ഷീറ്റ് കൊണ്ട് അതിനെ അങ്ങോട്ട് മൂടണം. മൂടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എയർ കയറാൻ പാടില്ല. ഈ അരികിലൊക്കെ ഇച്ചിരി മണ്ണിട്ടോ അല്ലെങ്കിൽ കല്ലിട്ടോ നല്ല രീതിയിൽ അങ്ങ് മൂടി വെക്കണം. അതായത് നനച്ചിട്ട് വേണം ഇത് മൂടാൻ. അപ്പോൾ പെട്ടെന്ന് ആ നനച്ചത് കൊണ്ട് തന്നെ ഇതിനെല്ലാം ഒന്ന് അതായത് ഇതിന്റെ ആവിയല്ല, ഇങ്ങനെ ഒരു കിളുക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. മനസ്സിലായോ? ജെർമിനേഷൻ ടെൻഡൻസി അതിന് പറയും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാം കിളുക്കുകയും ചെയ്യും. കിളുക്കുന്ന സമയത്ത് വെയിലത്താണ് ഇത് ചെയ്യണത്. ആ വെയിലിന്റെ ചൂടും ഈ അകത്തെ ചൂടും കൂടി പെട്ടെന്നൊരു ഒരു ഇത് വരും. നിങ്ങൾക്കൊരു ശ്വാസം മുട്ടൽ എന്ന് പറയും, സഫോക്കേഷൻ പോലെ. അതുപോലെ വന്ന് അതെല്ലാം, അതായത് നമ്മുടെ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ ബാക്ടീരിയയും വൈറസും എല്ലാം ചത്തുപോകും. അതങ്ങനെ ചെയ്ത ശേഷം നമ്മൾ നടുവാണെങ്കിൽ പിന്നത്തെ പ്രശ്നം വരത്തില്ല. സോയിൽ സോളറൈസേഷൻ, സൂര്യതാപീകരണം എന്ന് പറയും. ഇത് കേട്ടിട്ടുണ്ടോ സാറ്? ഞാൻ ഇത് പുല്ലിനെ എങ്ങനെ ചെയ്തു പുല്ലിന് ചെയ്യുന്നത് അത് മൾച്ചിങ് ഷീറ്റ്. അത് മൾച്ചിങ് ഷീറ്റ് പുല്ലിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു. അതും മെത്തേഡ് തന്നെ. ഇതൊക്കെ തന്നെ അത് നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ചെയ്യാം. എന്തോ? അതായത് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് വിത്തുകളെ മുഴുവൻ നശിപ്പിച്ചിട്ട് പിന്നെ രണ്ടാമത് കൃഷി തുടങ്ങണത് അറിയാം. ഇത് സോളറൈസേഷൻ കേട്ടിട്ടില്ല. സോയിൽ സോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിലുള്ളപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. മനസ്സിലായ? ആദ്യമേ നനച്ചും കൊടുക്കണം. മണ്ണ് കിളച്ച് നനച്ചു കൊടുത്ത ശേഷം മൾച്ചിങ് ഷീറ്റ് ഇട്ട് മൂടി അതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് എല്ലാം നശിച്ചു കാണും. അത് മുകളിൽ നിന്നുള്ള നല്ല വെയിലത്താണ് ഇത് ചെയ്യുന്നത് കേട്ടാ. ശരിക്കും ഒരു 10 തൊട്ട് 14 ദിവസം വരെ അങ്ങനെ ഇടണം. അപ്പൊ നമുക്ക് വേനൽക്കാലത്തേ പറ്റുള്ളൂ. വേനൽക്കാലത്താ ഇത് ചെയ്യേണ്ടത്. മഴക്കാലത്താകുമ്പോ അത് ബുദ്ധിമുട്ടാണ്. അല്ല, ബുദ്ധിമുട്ടല്ല, നടക്കത്തില്ലല്ലോ സാറേ. എപ്പോഴാണ് മഴ വരണമെന്ന് പറയാൻ പറ്റുന്നില്ല. അതായത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്ത് പലപ്പോഴും പല ഇതുപോലെ നിമാവിരകളുടെ മുട്ടകൾ ഉണ്ടാവും, അതുപോലെ വേര് പുഴുക്കളുടെ മുട്ടകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള ഞാൻ പറഞ്ഞില്ലേ മാണവണ്ട്, അതുപോലെ തന്നെ പിണ്ടിപ്പുഴു, ഇതിന്റെയൊക്കെ മുട്ടകൾ, ലാർവ, ഇതെല്ലാം ഈ മണ്ണിലാണ് വളരുന്നത്. ഇതുങ്ങളെ ഈ വന്ന സ്ഥലത്ത് വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും അതിനെ അറ്റാക്ക് ചെയ്യും.
ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടിഷ്യൂ കൾച്ചർ വാഴകൾ ഉപയോഗിക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോ. നമ്മള് കന്ന് മുക്കി വെക്കണമെന്ന് പറഞ്ഞല്ലോ ഹോമിയോഗ്രാഫി കെയറില്. അപ്പൊ നമുക്കിപ്പോ വലിയ കുറെ 500ഉം 1000 ഒക്കെ വാഴയുള്ള കന്നാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരു യൂസ് ചെയ്ത വെള്ളം തന്നെ പിന്നെ അടുത്തതിന് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി മുക്കാൻ? യൂസ് ചെയ്ത വെള്ളമൊക്കെ യൂസ് ചെയ്യാം. നമ്മളൊരു വലിയ പാത്രം, ഇപ്പൊ ചെമ്പെന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? ചെമ്പ് വലിയ ഇങ്ങനെ നെല്ലൊക്കെ പുഴുങ്ങുന്ന പാത്രമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട് അതൊക്കെ. അപ്പൊ അത് കൂട്ട് പാത്രത്തിലൊക്കെ വെച്ച് നമ്മളിങ്ങനെ വെച്ച് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൂടി കൊടുക്കാം. ആ മെത്തേഡ് ഇപ്പൊ കപ്പയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ആ തടത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അത് വെക്കുന്നതിന് മുമ്പ് ആ മണ്ണിലും കൂടി കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കണം, സ്പ്രേ അല്ല, ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ഞാൻ ഈ കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഹലോ, കേക്കാം, പറഞ്ഞോ. അപ്പോ കപ്പയ്ക്ക് വേണ്ടി നമ്മളെ എങ്ങനെയാ അത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്? എന്തേലും അളവിലാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ഗ്രാം അഥവാ 100 ഗുളിക 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിലാണ്. ഇത് എക്സെപ്ഷൻ വരുന്നത് ഇപ്പൊ കുരുമുളകൊക്കെ ആണെങ്കിൽ 1 അടിയിൽ താഴെ എന്ന് പറയും. മറ്റേതൊക്കെ വളരെ ചെറിയ നഴ്സറി പ്രായമുള്ള സാധനങ്ങൾക്ക് മാത്രമേ നമുക്ക് അതിൽ കുറവുള്ളൂ. ബാക്കി എല്ലാത്തിനും നമുക്ക് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയില് മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്യും. മിസ്റ്റ് ആണ് കേട്ടാ. നമ്മൾ അടിക്കുമ്പോ ഷൂ എന്ന് പറഞ്ഞ് അടിച്ച് നനയ്ക്കാൻ പാടില്ല, അത്രയും മതി. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു 1000 ഇലയുള്ള ഒരു പ്ലാന്റിന് നമ്മൾ വെക്കണം, ഏതാണ്ട് ഒരു 300-350 ഇലകളിൽ വീണാ മതി. അതും മിസ്റ്റ് രൂപത്തിൽ വീണാ മതി, പൊക്ക പോലെ. അല്ലാതെ കുളിപ്പിച്ചടിക്കാൻ പാടില്ല. പാടില്ല. 1 ലിറ്റർ വെള്ളത്തില് 2 ഗ്രാം. വെൽക്കം. പന്നിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? പന്നി, വന്യമൃഗം. ഹലോ, അതിനൊക്കെ ഈ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് പന്നി വരുന്ന ആ സൈഡിലെല്ലാം ഒന്ന് കുറച്ച് ഭാഗത്തേക്ക് അതുമൊക്കെ ഒന്ന് മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് വിടുക. ഓക്കെ, അത്രേ ഉള്ളൂ അല്ലേ? ചോദിച്ചോളൂ. വാഴയുടെ വേര് ചെയ്യലിന് എന്താണ്? വേര് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഹോമിയോ അഗ്രോ കെയറിൽ തുടക്കം മുതലേ ചെയ്യുക. അത് ചുവട്ടിലാണോ ഇലയിലാണോ ചെയ്യേണ്ടതാ? നമ്മൾ ചോട്ടില് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയില് മുക്കിയിട്ടാണ് നടേണ്ടത്. നടുന്ന സമയത്ത് കുറച്ച് ആ മണ്ണില് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ അതിന്റെ ഒരു ചെടിക്ക് ആ പ്രതിരോധ ശേഷി വന്നു കഴിഞ്ഞു. അതിനുശേഷം അല്ലെങ്കിൽ 22 മുതൽ 25 ദിവസം ആകുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം ആകുമ്പോഴോ നമ്മുടെ ലീഫ് വരുമല്ലോ, അതിലേക്ക് ആദ്യത്തെ തവണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ചോർപ്പ് പോലെയുള്ള കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അടുത്ത മാസം നോക്കിയാൽ മതി. അപ്പൊ തൊട്ട് പിന്നെ ഇങ്ങനെ പിന്നെ എന്നാല് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് കണ്ടാല് ഉടനെ ഡ്രില്ല് പോലത്തെ വരുവാണെങ്കിൽ അവിടെ ഒരു ഇങ്ങനെ തുള വരുമല്ലോ, ആ തുളയിലേക്ക് ഈ ഹോമിയോ 5 അതെന്താന്നോ, അതാ ജീവികളുടെ വേസ്റ്റാ, അത് നിങ്ങളുടെ സെക്രീഷൻസ് ആണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ സെക്രീഷൻസ് വരുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് 6 ഗുളിക അങ്ങ് കുത്തി കയറ്റി വെച്ചിട്ട് ഇച്ചിരി മണ്ണോ ചെളിയോ വെച്ച് മൂടി കൊടുത്തേക്ക്. നല്ല റിസൾട്ടാ.
അവിടെ അതോടൊപ്പം തന്നെ നമ്മൾ റെഗുലറായിട്ട് ഓരോ മാസം ചെയ്യുന്നത് ചെയ്ത് വിട്ടോണം കേട്ടോ. ഇത് എക്സെപ്ഷൻ കേസാ. വാഴയ്ക്കെടുക്കണ തടത്തില് 1/2 kg pH ബൂസ്റ്ററും പിന്നെന്താണ് പറഞ്ഞത് ആദ്യമേ ഇട്ട് കൊടുക്കാൻ? ബയോ പവർ. ബയോ പവർ. ഓക്കെ. വാഴയ്ക്കൊക്കെ നമ്മൾ ബയോ ഗ്രീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ബയോ പവറും ബയോ ഗ്രീനും കൂടി കുറച്ച് കൊടുക്കണം. കാരണം മഗ്നീഷ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഡെഫിഷ്യൻസി നമുക്കറിയാം. വാഴ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവൂലേ, ഈ ഇങ്ങനെ ഇങ്ങനെ കൂമ്പ് ഇങ്ങനെ അടഞ്ഞിരിക്കും, നിവരത്തില്ല, ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത്. അത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. അതായത് അത് കൺട്രോൾ ചെയ്യാനും നമ്മൾ ഈ pH ബൂസ്റ്ററും അതോടൊപ്പം തന്നെ നമ്മുടെ ബയോ ഗ്രീനും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു മാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം മഞ്ഞ നിറം കാണാറുണ്ട് അല്ലേ, മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മഗ്നീഷ്യവും കാൽസ്യവും അടങ്ങിയാണ് ബയോഗ്രീൻ, അത് ഇട്ട് കൊടുക്കണം. വാഴയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം 6 മാസം വരെ അതിന് വളർച്ചയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൊല അപ്പം തന്നെ അതിന്റെ ഉള്ളി വന്നു കഴിഞ്ഞ് പിന്നെ അത് പുറത്തേക്ക് വരാനുള്ളൂ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആ സമയത്ത് ഇത് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുമ്പോൾ വാഴയുടെ ഇലകൾ പെട്ടെന്ന് വാടിപ്പോവില്ല. സാധാരണ നാളെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നാള് ആ ഇലകൾ ഫ്രഷ് ആയിട്ട് നിൽക്കും. നമുക്കറിയാം എത്രത്തോളം ഇലകളുണ്ടോ അത്രത്തോളം നമുക്കറിയാം നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കും. ചെടികളിൽ എത്ര ഇലകളുണ്ടോ അത്രയും ആ ചെടിക്ക് സൂര്യപ്രകാശത്തെ വലിച്ചെടുത്ത് ആഹാരം പാകം ചെയ്യാനുള്ള കഴിവ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ ഹോമിയോ കൊടുക്കുന്നതുകൊണ്ട് സാധാരണ വാടിപ്പോകുന്നതിനേക്കാൾ കൂടുതൽ നാൾ ഇലകൾ നിൽക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മറ്റുള്ളതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വാഴയ്ക്ക് കൂടുതൽ ഇലകൾ കാണും. തെങ്ങിന്റെ ഓലയ്ക്ക് മഞ്ഞ കളർ വരുന്നതിന്റെ കാരണം? തെങ്ങിന്റെ ഓലയ്ക്ക് മഞ്ഞ നിറം വരാനുള്ള പല കാരണങ്ങളുണ്ട് സാറേ. ഒന്നാമത്തെ കാരണം മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി, രണ്ടാമത്തെ കാര്യം ഫംഗസിന്റെ ബുദ്ധിമുട്ട്, മൂന്നാമത്തെ കാര്യം അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഈ വെള്ളീച്ച എന്ന് പറയും. അതായത് ഒരു തരം ഈച്ച വന്നിട്ട് അതിൻ്റെ അടിയിലത്തെ ഹരിതകം മുഴുവൻ തിന്നിട്ട് അത് മഞ്ഞ നിറത്തിൽ വരാം. പിന്നെ ശക്തമായ വെയിലേക്കുന്നിടത്ത് ശരിയായിട്ടുള്ള വളം കൊടുക്കാത്ത ഒരവസ്ഥ വന്നാൽ മഞ്ഞ നിറം വരാം. ഇതെല്ലാം പോട്ടെ, നൈട്രജന്റെ ഡെഫിഷ്യൻസി കൊണ്ടും അടിഭാഗത്തെ ഇലകൾ മഞ്ഞച്ച് വരും. അപ്പോൾ ഇത് ഏതുകൊണ്ടാണ് എന്ന് നമുക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഏതു തരത്തിലുള്ള മഞ്ഞപ്പാന്നല്ല, വൈറസ് ആണോ ഫംഗസ് ആണോ അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണോ വെള്ളീച്ചയാണോ, അല്ലെങ്കിൽ പിന്നെ വേറൊരു തരം പുഴുവുണ്ട്, തെങ്ങോലപ്പുഴുക്കൾ ഹരിതകം തിന്നിട്ടും വരാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പലതരം ഒരു തെങ്ങിന് വരുന്ന കാറ്റുവീഴ്ച, അതിനും മഞ്ഞ നിറമാണ്. ഒരുപാട് രോഗത്തിന്റെ ലക്ഷണമാണ് മഞ്ഞ നിറം. ഞാൻ പറഞ്ഞ പോലെ നൈട്രജന്റെ ഡെഫിഷ്യൻസി വന്നാൽ അതും മഞ്ഞ നിറം. അപ്പൊ ഏതാണെന്ന് നമുക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാ ചെടികളിലും വേരിന് പ്രശ്നം ഉണ്ടെങ്കിലും മഞ്ഞ നിറം വരും. കാരണം ഒരു രോഗമുണ്ട് നമുക്ക്, അതായത് ഈ അടിയിൽ നിന്ന് ഒരുതരം അതായത് അതിനെ പറഞ്ഞ വേരുപുഴു. ഈ വേരുപുഴുക്കള് വേരിനെ തിന്ന് നശിപ്പിക്കുമ്പോൾ നമുക്ക് ലക്ഷണം കാണുന്ന ആ തെങ്ങിന്റെ മോൾ ഭാഗത്ത് വണ്ണം കുറയും, എന്നിട്ട് ഇലകൾ മഞ്ഞച്ചു വരും. അതെന്താണെന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമുള്ള പോഷണം മണ്ണിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അതിനും മഞ്ഞ നിറമാണ്. അപ്പൊ ഇത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ടാലും വലിയ ലക്ഷണം നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. സമയം നമ്മുടെ ഏകദേശം 1 മണിക്കൂറായി. അപ്പൊ ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ നന്നായിട്ട് നമ്മുടെ വാഴ കൃഷിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ വാഴ കൃഷിയിൽ ഹോമിയോ അഗ്രോ കെയർ എങ്ങനെയാ ഉപയോഗിക്കേണ്ടതും വളരെ കൃത്യമായിട്ട് നമുക്ക് ടീച്ചറൊക്കെ പറഞ്ഞിരുന്നുണ്ടല്ലോ, കുഞ്ഞു കുട്ടികളെ അടുത്തിരുത്തിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ട്രെയിനർ എൽസി മാം പറഞ്ഞു തന്നിട്ടുണ്ട്.